What? What? What are you doing? What? ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ ഒരു വീഡിയോ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. ബാക്ക് പാക്കർ അരുണിമ എന്ന് പറയുന്ന ആളുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ്. വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് മേ ബി 2 ദിവസം ആയിട്ടുണ്ട്. ഏകദേശം 2 ലക്ഷം ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. വീഡിയോൻ്റെ ഒരു തംബ്നെയിൽ എന്താന്ന് വെച്ചാൽ കാറിൽ വെച്ച് വളരെ മോശം അനുഭവം, വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ടർക്കി എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സാധനം. അപ്പോൾ ഇതെന്താ വീഡിയോ എന്നുള്ളത് ഞാൻ ആ വീഡിയോ കംപ്ലീറ്റ് കാണുന്നതിന് മുമ്പ് പറയുന്നതിന് മുമ്പ് മേ ബി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ടർക്കി, ഈ അരുണിമ എന്ന് പറയുന്ന ഒരു ട്രാവൽ വ്ളോഗറാണ്. ആൾ ഒരുപാട് കൺട്രീസിൽ പോയിട്ടുണ്ട്. ഏതൊക്കെ കൺട്രീസിൽ പോയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒരു വിവാദം ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടാക്കലുണ്ട്. റീസെൻ്റ്ലി ആളുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്ന ഒരു വിഷയത്തെ പറ്റി ഞാൻ ഓൾറെഡി എടുത്ത് സംസാരിച്ചതാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ചാനലിൽ ഫസ്റ്റ് വൈറലായിട്ടുള്ളൊരു വീഡിയോ അതാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇവിടെ ആൾ പോയിട്ടുണ്ടെങ്കിലും അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രവേഴ്സീസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പം ഇപ്പം ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്, ലൈക്ക് ടർക്കിയിൽ പോയ സമയം ആള് ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവർ ആളുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തൊരു സാധനമാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിപ്പോഴത്തെ ഒരു ഭയങ്കര ട്രെൻഡായിട്ടുള്ളൊരു സാധനം. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മളൊരു 20 റീൽ ഇങ്ങനെ തോണ്ടി പോവുകയാണെങ്കിൽ ഒന്നെങ്കിൽ ബസ്സിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ട്രെയിനിൻ്റെ ഉള്ളിൽ വെച്ചോ, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പുരുഷൻ്റെ സൈഡിൽ നിന്നുണ്ടാവുന്ന ഒരു മോശം അനുഭവം വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുക. ടു ആൻ എക്സ്റ്റെൻഡ് ഇത് വളരെ നല്ലൊരു പ്രവൃത്തിയാണ്. കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അയൽവാസികൾക്കും കുടുംബക്കാർക്കും നാട്ടുകാർക്കും കറക്റ്റ് ഒരു അറിവ് കിട്ടുകയാണ്. ഇയാൾ ഇതാണ്, ഇയാളുടെ സ്വഭാവം ഇതാണ്, ഇയാളുടെ സ്റ്റാൻഡേർഡ് ഇതാണ് എന്നുള്ളൊരു തിരിച്ചറിവ് കിട്ടുകയാണ്. കാരണം ചില ആൾക്കാർ നാട്ടിലും വീട്ടിലും കുടുംബത്തിലൊക്കെ വളരെ ഡീസൻ്റ് ആയിരിക്കും. ശരിക്കുള്ള സ്വഭാവം എന്താണെന്നുള്ളത് ബാക്കിയുള്ള ആൾക്കാർക്ക് അറിയാം. അത് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളിപ്പോൾ കേസിനെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ലീഗൽ സിസ്റ്റം പ്രകാരം അതിനൊരു കേസും അതിനൊരു തീരുമാനം ആവണമെങ്കിൽ നൂറ്റാണ്ടുകൾ എടുക്കും. അതിലും നല്ലത് പബ്ലിക്കലി അയാൾ അങ്ങ് നാണം കെടുത്തുക, അല്ലെങ്കിൽ പബ്ലിക്കലി അയാളുടെ അടുത്ത് റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ച് കുറേ വീഡിയോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം നല്ല സ്ട്രോങ് ആയിട്ട് ആ ലേഡീസ് എണീച്ച് വന്ന് ആ പർട്ടിക്കുലർ വ്യക്തിയുടെ അടുത്ത് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്നു. പക്ഷേ ആ ഒരു റെസ്പോൺസ് ഈ ഒരു വീഡിയോയിൽ ഞാൻ അരുണിമേൻ്റെ സൈഡിൽ ഞാൻ കണ്ടിട്ടില്ല. മേ ബി അരുണിമേൻ്റെതായ ഒരുപാട് റീസൺസ് ഉണ്ടാവാം. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കടന്നു പോയിട്ടും ആള് റിയാക്ട് ചെയ്തത് ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു എന്നല്ലാണ്ട് പുള്ളീൻ്റെ അടുത്ത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ. കാരണം അരുണിമ പറഞ്ഞതുപോലെ കുറേ രാജ്യങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുള്ള വളരെ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉള്ള ഒരു ലേഡിയാണ്. ആ ലേഡി ആ ഒരു സിറ്റുവേഷനിൽ കുറച്ചും കൂടെ സ്ട്രോങ്ങറായി റിയാക്ട് ചെയ്യാം എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം കഴിഞ്ഞ തവണ ഒരു US പോയിട്ട് സ്റ്റേ ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പുള്ളിക്കാരി റിയാക്ട് ചെയ്തത് വളരെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ്. അവരുടെ വീട്ടിൽ താമസിച്ച് ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞതിന് അത്രത്തോളം അവിടെ ഒച്ചപ്പാടുണ്ടാക്കി നാണം കെടുത്തി പുള്ളിക്കാരൻ്റെ വീഡിയോ വരെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അത്രയ്ക്ക് സ്ട്രോങ് ആയി നിന്നൊരു ലേഡിയാണ്. അപ്പം ഇങ്ങനൊരു ഇഷ്യൂ വരുന്ന സമയത്തും ഞാൻ പേഴ്സണലി പുള്ളിക്കാരുടെ സൈഡിൽ നിന്ന് പ്രതീക്ഷിച്ചതായ രീതിയിലുള്ള ഒരു റെസ്പോൺസ് ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും നമുക്ക് ആദ്യം തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് ഈ വീഡിയോ ഒന്നിരുന്ന് കാണാം. What are you doing? What? Why? ഞാൻ ഈ ഒരു അയാൾ ഓരോ വൃത്തിയോടും കാണിച്ചിട്ട് എൻ്റെ അടുത്ത് ഓരോ വൃത്തിയോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇറങ്ങിയാൽ പോലും നോക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ്, അവിടെയാണ് ഞാനുള്ളത്. ഞാൻ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് കയറിയതാ, പക്ഷെ അയാള് ഒരുമാതിരി വൃത്തിയോടാണ് കാണിച്ചുകൊണ്ടിരുന്നത്. വീഡിയോയിൽ കാണിച്ചത് ആ പെർട്ടിക്കുലർ വ്യക്തി അദ്ദേഹത്തിന്റെ എന്താ അറിയാലോ, ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ, അതാണ് ആള് ചെയ്തത്. അപ്പം തുടക്കത്തിലൊക്കെ അരുണിമേനോട് നോക്കാൻ പറയുന്നുണ്ട്, പിന്നെ അരുണിമേനോട് ടച്ച് ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്നുണ്ട്, കൈ പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പോൾ വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു ആക്റ്റാണ് ആ പർട്ടിക്കുലർ കാറിൻ്റെ ഉള്ളിൽ നടന്നത്.
ആൻഡ് അതിൻ്റെ ഒരു നെക്സ്റ്റ് ഭാഗം അരുണിമ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഇവിടെയും ജനങ്ങളൊന്നുമില്ലാത്ത ഒരു ഏരിയയിൽ നിന്നാണ് ഞാനിത് അനുഭവിച്ചത്. സോ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റില്ല എന്ന രീതിയിലൊക്കെയാണ് അരുണിമ റിയാക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ എത്രയൊക്കെ ബോൾഡാണെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലും സെൽഫ് സഫിഷ്യൻ്റ് ആണെങ്കിലും ഈ അറിയാത്ത നാട്ടിൽ അറിയാത്ത ആൾക്കാരുടെ കൂടെ പോകുമ്പം ഇതല്ല ഇതിനപ്പുറം ഫേസ് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കണം. ഓക്കെ, അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളൊരു കാര്യം. ഇല്ലെങ്കിൽ നമ്മൾ ഈ പരിപാടിക്കൊന്നും നിൽക്കരുത്. ആൻഡ് സെക്കൻഡ് തിങ്, ഇപ്പോൾ അരുണിമ പറഞ്ഞതുപോലെ ഇതൊരു കാട് പിടിച്ച ഏരിയയാണ്. ആ പർട്ടിക്കുലർ ഏരിയയിൽ വെച്ച് അരുണിമേൻ്റെ അടുത്ത് ആ വ്യക്തി വളരെ മോശമായ രീതിയിൽ, ഒന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾ ക്യാമറയൊക്കെ പിടിച്ച് വ്ളോഗ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയം ആളെ കണ്ടാൽ അത്ര പ്രായമൊന്നും തോന്നുന്നില്ല. ഒരു 30s 40s ഒരാൾ വളരെ ഓപ്പണായിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ പെരുമാറുകയും താങ്കൾ അപ്രോച്ചും ചെയ്യുമ്പം അയാളുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചാൽ അറിയാലോ. ആ വ്യക്തി അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് പബ്ലിക്കായി ആരുമില്ലാത്തൊരു സ്ഥലത്ത് വെച്ച് താങ്കളുടെ അടുത്ത് മോശമായി പെരുമാറിയിരുന്നെങ്കിൽ താങ്കൾ എന്ത് ചെയ്തേനെ? ആ എടുക്കുന്ന എഫേർട്ട് മതിയായിരുന്നു ആ വണ്ടിയിൽ നിന്നിട്ട് ആ പെർട്ടിക്കുലർ വ്യക്തിൻ്റെ അടുത്ത് മോശമായി റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ട് അരുണിമേൻ്റെ സൈഡിൽ നിന്ന് ആ റിയാക്ഷൻ കിട്ടിയില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആൻഡ് സെക്കൻഡ് തിങ്, ഇപ്പം അതിന് വേണ്ടി പറഞ്ഞ റീസൺ ആയിരിക്കും ഈ ഒരു ഏരിയയിലാണ്. ഓക്കെ ഫൈൻ, ഈ ഏരിയ കഴിഞ്ഞ് അരുണിമ ടൗണിലെത്തിയല്ലോ. ടൗണിലെത്തിയിട്ട് എന്താ ചെയ്തതെന്നും കൂടെ നമുക്കൊന്ന് കാണാം. ഒരുമാതിരി വൃത്തിയോടാണ് കാണിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു ഫ്യൂൽ സ്റ്റേഷൻ കണ്ടപ്പോ തന്നെ ഞാനിവിടെ നിർത്താൻ പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോ ഇവിടെ ഇറങ്ങിയേക്കാണ്. എന്താ, ഞാനിങ്ങനെ കുറച്ച് വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട്. എനിക്ക് വീഡിയോ എടുത്തപ്പോൾ ആള് വീഡിയോ എടുക്കരുത് അങ്ങനെയെല്ലാം പറഞ്ഞു. എന്നിട്ട് അയാൾ എന്താ കാണിക്കുന്നത്? ഇവിടത്തെ ആൾക്കാരെന്തോ ഭയങ്കര എന്തോ സെക്ഷലി ഫ്രസ്ട്രേറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടേ അറിയാം, പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള റിയാക്ഷനും അരുണിമേൻ്റെ സൈഡിൽ വന്നിട്ടില്ല. ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എത്തിയ സമയത്ത് അരുണിമ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി, പുള്ളിക്കാരൻ്റെ വഴിക്ക് പോയി, അരുണിമ അവിടെ നിന്നു. ഇവിടെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് അരുണിമ റിയാക്ട് ചെയ്തില്ല? അത്രയും നേരം അരുണിമ റിയാക്ട് ചെയ്യാത്തത് ഇന്നൊരു ഏരിയയിലായിരുന്നു എന്നതുകൊണ്ടാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു മെയിൻ ടൗണിൽ വന്ന സമയത്ത് അരുണിമയ്ക്ക് റിയാക്ട് ചെയ്തുകൂടായിരുന്നോ? ഇവൻ ഏതോ ഒരു തവണ ലോറിയിൽ എങ്ങാനും പോകുന്ന സമയത്ത് ഏതോ ഒരാൾ കയറി മോശമായി അപ്രോച്ച് ചെയ്ത സമയത്ത് പെപ്പർ സ്പ്രേ എടുത്ത് കണ്ണിലടിച്ച ആളാണ്. ചെറിയൊരു വിഷയത്തിന് വരെ അമേരിക്കക്കാരനെ നാണം കെടുത്തി വീഡിയോ ഇട്ട ഒരാളാണ്. അപ്പം ഇത്രയും മോശമായി നിങ്ങളുടെ അടുത്ത് പെരുമാറിയിട്ട് എന്തുകൊണ്ട് നിങ്ങൾ റിയാക്ട് ചെയ്തിട്ടില്ല? വേണ്ടാത്ത കാര്യങ്ങൾക്ക് നന്നായി റിയാക്ട് ചെയ്യാനും വേണ്ട കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യാനുള്ളൊരു കഴിവുമില്ല എന്നാണ് ഞാൻ പേഴ്സണലി പറയുന്നത്. അരുണിമ എന്ന് പറയുന്ന വ്യക്തിനെ ഇത്രത്തോളം രാജ്യത്ത് യാത്ര ചെയ്തതിൻ്റെ ബേസിസിൽ ഞാൻ പറയുകയാണ്, പുള്ളിക്കാരി വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള നല്ല ധൈര്യമുള്ളൊരു പെൺകുട്ടി തന്നെയാണ്. അപ്പോൾ ഈ ധൈര്യമുള്ള അരുണിമേൻ്റെ സൈഡിൽ നിന്ന് ഈ ഒരു വിഷയത്തിന് ഒരു റെസ്പോൺസും ഇല്ലാണ്ട് ഇറങ്ങേണ്ട ടൈം ആയപ്പോൾ ഇറങ്ങി പോയത് കണ്ടപ്പോൾ അല്ലേ എന്ത് ചെയ്യണമായിരുന്നു? ഈ കാര്യം അരുണിമ ഫിലിം ചെയ്യരുതായിരുന്നു, അതവിടെ അങ്ങ് വിടണമായിരുന്നു. ഇത് ഫിലിം ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ അറിയിക്കുകയും ചെയ്തു, പക്ഷെ വേണ്ട രീതിയിലൊരു റെസ്പോൺസ് അരുണിമേൻ്റെ സൈഡിൽ നിന്ന് കണ്ടിട്ടുമില്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സാധാരണ ഒരു കോമൺ ആയ പെൺകുട്ടീനെയാണ് നമുക്ക് പറയാം പേടിയായി ഇതുവരെ പോകാത്ത ഒരു രാജ്യം. അരുണിമേൻ്റെ കേസിൽ നമ്മൾ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അരുണിമ തന്നെ പറഞ്ഞത് ഞാൻ എത്രയോ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണെന്ന്. അപ്പോൾ ആ വ്യക്തിക്ക് വരെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ഡു യു തിങ്ക് ഇതൊരു അടിപൊളി സാധനമാണ്? ഡു യു തിങ്ക് ദിസ് ഇസ് റൈറ്റ്? ഞാൻ അരുണിമയ്ക്ക് നേരിട്ട ഒരു കാര്യത്തെ ഞാൻ ഒന്നുമല്ലാണ്ടാക്കി പറയുകയല്ല. ഒരു പെൺകുട്ടീനെ സംബന്ധിച്ച് വൺ ഓഫ് ദി വേർസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. ബട്ട് അരുണിമേനെ പോലൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന് കുറച്ചും കൂടെ റിയാക്ട് ചെയ്യാമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. എന്തായാലും ബാക്കി കാണാം. എന്തോ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാന്ന് തോന്നുന്നു. എനിക്ക് അറിയുന്നില്ല എന്താ ഇത്ര പ്രശ്നം. ഞാൻ എന്നിട്ട് എന്റെ വേറെ ഫ്രണ്ട് ഉണ്ടല്ലോ, അന്ന് ടെന്റിലല്ല താമസിച്ചേ, അപ്പൊ ആളോട് ചോദിച്ചു ഞാനിങ്ങനെ. അപ്പൊ ആളിനോട് അന്നേ പറഞ്ഞായിരുന്നു ടേക്ക് കെയർ ചെയ്യണം, ശ്രദ്ധിക്കണം, അങ്ങനെ എങ്ങനെയെന്നല്ലോ. ഇവിടെ എവിടെ വാഷ്റൂം പോകാൻ വേണ്ടി നോക്കാം. ഞാനിവിടെ ഒരു വാഷ്റൂമിൽ വന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ പണ്ടത്തെ ഒരു സിനാരിയോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ പെൺകുട്ടികളൊക്കെ ഇങ്ങനത്തെ വിഷയങ്ങൾക്ക് നന്നായിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ റിയാക്ട് ചെയ്താൽ മാത്രം പോരാ, അതൊരു കൺക്ലൂഷനിൽ എത്തിക്കാൻ നമ്മളെ കൊണ്ട് എന്തായാലും എന്ത് ചെയ്യണം, സാധിക്കണം. ഇതൊരിക്കലും ഒരു കണ്ടന്റായി എടുക്കാനോ ഒരു കണ്ടന്റായിട്ട് ഉപയോഗിക്കുന്നതിൽ പകരം അവിടെ അതിൻ്റെതായ രീതിയിൽ മേ ബി നിങ്ങൾ റിയാക്ട് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ കൈയടിച്ചേനെ. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, ഞാൻ 1 മാസം 2 മാസം മുമ്പ് എങ്ങാനോ റിയാക്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയും സിസ്റ്ററും കൂടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പം ഒരു ചെങ്ങായി വളരെ മോശമായി പെരുമാറിയത്. ഒരു വീഡിയോ എടുക്കുകയും ചെയ്തു. ആ ബസ്സിൽ നിന്ന് ആ പെൺകുട്ടിക്ക് കൊടുക്കേണ്ട, അല്ലെങ്കിൽ ആ ചെങ്ങായിക്ക് കൊടുക്കേണ്ടത് മുഴുവൻ ആ പെൺകുട്ടി കൊടുക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ ഒരു സൊസൈറ്റി ആവണം. എന്നാൽ മാത്രമേ ഇപ്പോൾ ഈ അരുണിമ പറഞ്ഞതുപോലെ ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉള്ള ആൾക്കാരുടെ ഈ ഫ്രസ്ട്രേഷൻസ് ഒക്കെ നമുക്ക് തീർക്കാൻ പറ്റും. ഈ ഫ്രസ്ട്രേഷൻ കളയാൻ വേണ്ടിയിട്ട് ഇന്ന് ഒരുപാട്
ഫെസിലിറ്റീസ് സൊസൈറ്റിയിൽ അവൈലബിൾ ആണ്. അതൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് അന്യ സ്ത്രീകളുടെ അടുത്തല്ല നമ്മൾ നമ്മുടെ ഫ്രസ്ട്രേഷൻ കളയേണ്ടത്. അപ്പം ഇത് എത്ര പേരുടെ ശ്രദ്ധയിലെത്തി ഈ ടോപ്പിക് എന്നറിയില്ല. എനിക്ക് ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഇന്ന കാര്യങ്ങൾ പറയണം തോന്നി, അതുകൊണ്ട് എടുത്തൊരു വീഡിയോ ആണിത്. സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.